ഹായ് ഹലോ അസ്സാം വലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ആദ്യം നമുക്ക് കുറച്ച് മൈദാമാവും തേങ്ങയും കൂടെ വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം. അപ്പോൾ കലക്കുന്നതും ദോശയുടെ മാവിൻ്റെ അതേപോലെ വെള്ളമൊഴിച്ച് കലക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ തടവി കൊടുക്കാം. ഒരു ലേശം എണ്ണ തടവി കൊടുക്കാം. ചൂടാവുമ്പോൾ ദോശയ്ക്ക് മാവ് ഒഴിക്കുന്നത് പോലെ നമുക്ക് മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. കുറച്ചുകൂടെ മാവ് എടുത്ത് നല്ല രീതിയിൽ പരത്തി അതൊന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ പുറം, അതായത് അടിഭാഗവും വേവുന്നതും ആദ്യത്തെ പുറം മാവ് ഒട്ടാത്ത രീതിയിൽ ആ രീതിയിൽ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് ശർക്കരയും തേങ്ങയും കൂടെ മിക്സാക്കിയത് വെച്ച് കൊടുക്കാം. വെച്ച് പരത്തി അതിൽ മിക്സ് ഫുള്ള് പരത്തി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇലയുടെ പോലെ മടക്കണം. ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്ത് പരത്തിയതിന് ശേഷം നമുക്കിത് ഇല അട വയ്ക്കുമ്പോൾ നമ്മൾ മടക്കി എടുക്കത്തില്ലേ, അതുപോലെ ഇത് മടക്കണം. മടക്കി വെച്ച് ഇതേപോലെ അമർത്തി കൊടുക്കണം. തിരിച്ചും രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചൂടായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത്.